പലരും പ്രതീക്ഷിച്ചത് ഇറാനിലെ ഈ പ്രതിഷേധത്തിൻ്റെ എല്ലാം റിസൾട്ടായിട്ട് അമേരിക്ക ഇറാൻ്റെ മേൽ ഒരു ആക്രമണം നടത്തിയേക്കാവുന്നു. അതിനുള്ള വാർണിംഗ്സും മുന്നറിയിപ്പും സിഗ്നലുകളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മിസൈലുകൾ പെയ്തിറങ്ങുന്നതിന് പകരം നിശബ്ദതയായിരുന്നു. ജിയോ പൊളിറ്റിക്സ് നോക്കിയാലും തിരുവഴുത്ത് നോക്കിയാലും ഈ ഒരു താമസം, അതായത് അമേരിക്ക ആക്രമിക്കാത്തതിൻ്റെ ആ ഒരു കാര്യം ഈ ഒരു സ്റ്റോറിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ആയേക്കാം. അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത്. ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റ് ടു എറ്റേണിറ്റി. ബൈ ദ വേ, ഞാൻ ഈ ഒരു സന്ദേശത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഫോളോ ചെയ്യുന്ന ഓഡിയൻസ് ഓൾറെഡി അറിഞ്ഞു കാണും. പക്ഷേ അതിനോട് കൂട്ടിച്ചേർക്കുവാനായിട്ടുള്ള ചില കാര്യങ്ങളൂടെ ഈ ഒരു സന്ദേശത്തിൽ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ ഇറാനിലുടനീളമുള്ള ഈ പ്രതിഷേധങ്ങൾ, അവയുടെ ആ ഒരു സ്കെയിൽ തന്നെ ഡെക്കേഡ്സ് ആയിട്ടുള്ള രീതിയിൽ, അതായത് വർഷങ്ങളായിട്ടുള്ള രീതിയിൽ ഇറാനിൽ കാണാത്ത വിധത്തിലുള്ളൊരു സ്കെയിലിൽ തന്നെയായിരുന്നു. ആയിരക്കണക്കിന് ഇറാനികൾ ഈ തെരുവീതികളിലെല്ലാം സ്ട്രീറ്റുകളിലെല്ലാം തന്നെ ഒത്തുകൂടുകയും ആ ക്ലറിക്കൽ റെജീം, അവിടുത്തെ ഇപ്പോഴത്തെ ആ ഭരണകൂടം എല്ലാം ഒഴിഞ്ഞു പോകണമെന്നുള്ള രീതിയിൽ ഷൗട്ട് ചെയ്യുകയും പിന്നെ ക്രൗൺ പ്രിൻസ് റെസ പെലാവി തന്നെ മടങ്ങി വരണം എന്നൊക്കെയുള്ള ആഹ്വാനവും പിന്നെ ചില റെയറായിട്ടുള്ള സീനുകളിൽ ഇസ്രയേലി പതാകകളെല്ലാം അവർ വെയ്വ് ചെയ്യുന്നുമുണ്ടായിരുന്നു. ഈ ഒരു പ്രതിഷേധങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് 1979 മുതൽ ഇറാനെ ഭരിച്ച ഈ ഒരു ഐഡിയോളജി, ഈ ഒരു ചിന്താഗതിയും ഈ ഒരു ഭരണകൂടത്തെയും ഓപ്പണായിട്ട് തള്ളിക്കളയുക എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് അവ വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ഈ ഭരണകൂടത്തിൻ്റെ പ്രതികരണം വളരെ ഫാസ്റ്റുമായിരുന്നു, ക്രൂരവുമായിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എന്ന് പറയുന്ന അവരുടെ IRGC, അതിനെ രാജ്യം ഫുള്ളായിട്ടുള്ള രീതിയിൽ അവർ ഡിപ്ലോയ് ചെയ്തു. അധികൃതർ ഇൻ്റർനെറ്റ് അങ്ങ് കട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത് ലോകത്തിലുള്ള മറ്റുള്ളവർ അറിയരുത്, അതിനുവേണ്ടി അവർ അതും ചെയ്തു. കുറച്ച് നേരത്തേക്ക് ആ ഒരു ബ്ലാക്ക് ഔട്ടിനെ മറികടക്കുവാൻ എലോൺ മസ്ക് തൻ്റെ സ്റ്റാർലിങ്ക് നെറ്റ്വർക്കിനെ ഫ്രീ ആയിട്ടുള്ള രീതിയിൽ ഇറാനിൽ ആക്ടിവേറ്റ് ചെയ്തു. ഇറാനിലെ അധികൃതർ പക്ഷേ ചൈനീസ് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് ആ ഒരു സിഗ്നലുകളെ എല്ലാം തന്നെ ജാം ചെയ്യുകയും ചെയ്തു, ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ചൈനയ്ക്കും ഇതിനകത്ത് പങ്കുണ്ട്. എന്തായാലും ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഫുട്ടേജും ചില ഐ വിറ്റ്നസ് ആയിട്ടുള്ള അക്കൗണ്ടുകളും എല്ലാം തന്നെ ലീക്ക് ചെയ്ത് ലോകത്തിൽ മറ്റുള്ളവർ അറിയാൻ തക്കവണ്ണം തന്നെ ഇടയായി. അതിൽ ചിലതൊക്കെയാണ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ റിപ്പോർട്ടുകൾ പറയുന്നത് വളരെയധികം ഡിസ്റ്റർബിംഗ് ആണ്. IRGC യൂണിറ്റുകൾ, അതായത് ആ സൈനികർ ലൈവായിട്ടുള്ള വെടിവെപ്പ് നടത്തുകയാണ്. നിരായുധരായ സാധാരണക്കാർക്ക് നേരെ വെടിവെപ്പ് നടത്തുകയാണ്. വളരെയധികം ഗ്രാഫിക്കായിട്ടുള്ള വീഡിയോസാണ്. അത് ഇവിടെ കാണിക്കുവാൻ തന്നെ വളരെ വയലൻ്റ് ആയിട്ടുള്ള ഇതായതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കുന്നുമില്ല. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആയുധങ്ങളൊന്നുമില്ലാത്ത സാധാരണക്കാരുടെ നേരെ വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നുകൊണ്ട് ഈ IRGC സൈനികർ വെടിവെക്കുക. പിന്നെ ചില ഫുട്ടേജുകൾ കാണിക്കുന്നത് ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള മോർഗുകൾ, അതായത് ശവശരീരങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ടിരിക്കുക. പിന്നെ ബന്ധുമിത്രാദികൾ അവരുടെ കാണാതെ പോയവരെ തപ്പി അതിൻ്റെ എല്ലാം ഇടയ്ക്ക് തപ്പി നടക്കുന്ന കാഴ്ചകൾ. ഇറാനിലുള്ള ഗവൺമെൻറ് പറയുന്നത് 3000 പേരെയാണ് ഇതിനോടകം കൊന്നതും അതും അവർ പറയുന്നത് ഇവരെല്ലാവരും ടെററിസ്റ്റുകളായിരുന്നു, അതായത് ഭീകരവാദികളായിരുന്നു. അതിൻ്റെ കൂടെ 18,000 പേരെ അവർ അറസ്റ്റ് ചെയ്തുവെന്നും. എന്തായാലും ചില ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മനുഷ്യാവകാശ സംഘടനകളും ഗ്രൂപ്പുകളും എല്ലാം തന്നെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് യഥാർത്ഥ ഡെത്ത് ടോൾ, മരിച്ചിരിക്കുന്നവരുടെ എണ്ണം 12,000-ൽ കവിഞ്ഞ ഒരു സംഖ്യയാണെന്ന്. പിന്നെ ഇസ്രയേൽ എന്തെങ്കിലും സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ, അത് നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ പലരും പ്രതിഷേധവുമായിട്ടെല്ലാം മുന്നോട്ട് വരും. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന പല സ്ഥലങ്ങളിലും അധികം വലിയ പ്രതിഷേധങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇസ്രയേലിനകത്ത് ഇസ്രയേൽ റാലികൾ സംഘടിപ്പിച്ചു. ഇറാനികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതായത് ഇറാനികൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരണം, ആ ക്രൂരമായിട്ടുള്ള ഭരണകൂടത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടി ഇറാനികളെ അനുകൂലിച്ചുകൊണ്ടുള്ള റാലികൾ ഇസ്രയേലിനകത്ത് നടത്തി. ഒരു റെക്കോർഡഡ് ഫോൺ കോളുണ്ട്, ഓൺലൈൻ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ സർക്കുലേറ്റ് ചെയ്ത്. അത് പ്രകാരം ആ രാജ്യം എന്തും മാത്രം ഭയവും വയലൻസിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കാം. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ പ്ലേ ചെയ്യാം. അതിൻ്റെ ഫുൾ ക്ലിപ്പ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രഷർ മൗണ്ട് ചെയ്തപ്പോൾ അറ്റൻഷൻ മുഴുവൻ അമേരിക്കയിലേക്ക് തിരിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് പരസ്യമായിട്ട് തന്നെ പറഞ്ഞു ഇറാനിലുള്ള സാധാരണക്കാർക്കുള്ള സഹായം ഓൺ ദ വേ ആണ്.
താൻ പ്രതിഷേധക്കാരോട് പറഞ്ഞത് ഈ പ്രതിഷേധം ഇങ്ങനെ തന്നെ തുടരണം, എന്നിട്ട് ഈ ഭരണകൂടം കാണിക്കുന്ന അബ്യൂസുകളെല്ലാം തന്നെ ഡോക്യുമെൻ്റ് ചെയ്യണം, ഫിൽം ചെയ്യണം. എന്നിട്ട് താൻ ഇതുകൂടെ പറഞ്ഞു, ഇറാനിലുള്ള ഒഫീഷ്യൽസുമായിട്ട് തൻ്റെ മീറ്റിങ്ങുകളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തു. ഈ കമൻറ്റുകളെല്ലാം വന്നപ്പോൾ വലിയ ഒരു സ്പെക്കുലേഷൻ, ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു. അമേരിക്കയുടെ ഒരു സൈനിക നടപടി താമസിയാതെ തന്നെ ഉണ്ടായേക്കാവുന്നു. റിപ്പോർട്ടുകൾ തന്നെ വന്നു, അമേരിക്ക അവരുടെ സ്ട്രൈക്ക് ഓപ്ഷൻസ് എല്ലാം തന്നെ തയ്യാറാക്കിക്കൊണ്ട് വരികയാണ്. പക്ഷെ പിന്നീട് ട്രംപ് വ്യക്തമാക്കി, സഹായം എന്ന് താൻ ഉദ്ദേശിച്ചത് സാമ്പത്തികമായിട്ടും പിന്നെ അതുപോലെ നയതന്ത്രപരമായിട്ടുള്ള പ്രഷറാണ്, അല്ലാതെ സൈനികപരമായിട്ടുള്ള ഒരു ആക്ഷനിൽ ഒതുങ്ങുന്നതല്ലാന്ന്. താൻ ഇതും കൂടെ പറഞ്ഞു, ഇറാനിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ വിശ്വസിക്കുവാൻ റിലയബിളായിട്ടുള്ള സോഴ്സുകളല്ല, അതുകൊണ്ടാണ് ഇപ്രകാരമുള്ളൊരു നിലപാടിലേക്ക് നീങ്ങുന്നത്. എന്തായാലും ഇറാൻ ഓപ്പണായിട്ട് തന്നെ റിട്ടാലിയേഷൻ, അതായത് പ്രതികരിക്കും എന്ന് തന്നെ വ്യക്തമാക്കി. അതായത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ചില ബേസുകളെയൊക്കെയും ഇറാൻ ആക്രമിച്ചേക്കാം എന്ന ധ്വനി അവർ കൺവേ ചെയ്തു, അവർ കൈമാറി. അപ്പോൾ അതിനെല്ലാം പ്രതികരണമായിട്ട് ഇസ്രയേൽ തയ്യാറാക്കി, ഏതെങ്കിലും വിധത്തിൽ ഇറാൻ ഇസ്രയേലിൻ്റെ മേൽ ഒരു ആക്രമണം നടത്തിയാൽ ഇസ്രയേൽ ഓൾറെഡി റെഡി ആയിരിക്കുക. അപ്പോൾ തന്നെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകൾ, അതായത് അമേരിക്കയും UK-യും കാനഡയും ഫ്രാൻസും ജർമ്മനിയും ഇന്ത്യയും ജപ്പാനും, അങ്ങനെ പല രാജ്യങ്ങൾ അവരുടെ ആളുകൾ ഇറാനിൽ നിന്ന് എത്രയും പെട്ടെന്ന് വിട്ടുപോകണം എന്നുള്ള ആ ഒരു കാര്യം കൂടെ അവർ പറയുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ചോദ്യം, എന്തുകൊണ്ടാണ് അമേരിക്ക ഇതുവരെയും പ്രവർത്തിക്കാത്ത, അല്ലെങ്കിൽ ഒരു ആക്രമണം ഇറാൻ്റെ മേൽ നടത്താത്തത്? NBC ന്യൂസിൽ വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം പേര് വെളിപ്പെടുത്താത്ത അറബും ഇസ്രയേലി ഒഫീഷ്യൽസും അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത് ഒരു ആക്രമണം ഡിലേ ചെയ്യണം, അല്ലെ താമസിപ്പിക്കണം. കാരണം അങ്ങനെ ഒരു സൈനിക ആക്ഷനിലൂടെ ഇറാനിലെ ഭരണകൂടം കംപ്ലീറ്റ് ആയിട്ട് തകരുവാൻ തക്കവണ്ണം അത്രമാത്രം ക്ഷീണിച്ചിട്ടില്ല ഇപ്പോഴും ഇറാൻ്റെ ഭരണകൂടം. ഇപ്രകാരമുള്ള ഒരു പ്രീമച്വർ സ്ട്രൈക്ക്, മുൻകൂട്ടി ഇപ്പോൾ ഒരു ആക്രമണം നടത്തിയാൽ അത് ആ പ്രദേശത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ തന്നെ കുറച്ചും കൂടെ കുറയ്ക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ തന്നെ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്ത് സൗദി അറേബ്യയും ഖത്താറും ഒമാനും അവർ ഇങ്ങനെ ഒരു ആക്രമണം, അതായത് അമേരിക്കയുടെ ഒരു ആക്രമണത്തെ എതിർക്കുന്നു. കാരണം ഓയിൽ മാർക്കറ്റിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻ, എണ്ണ, അതായത് ക്രൂഡ് ഓയിലിൻ്റെ എണ്ണയുടെ വിലയിൽ വലിയ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞത്. സൗദി അറേബ്യ ഓപ്പണായിട്ട് പറഞ്ഞത് സൈനികപരമായിട്ടുള്ള സഹകരണവും അതുപോലെ തന്നെ അവരുടെ വ്യോമാതിർത്തി ഉപയോഗിക്കുവാനായിട്ടുള്ള കാര്യവും അവർ കൊടുക്കില്ല. ഇനി ഇതിൻ്റെ എല്ലാം കൂടെ ഫെർദർ ടെൻഷനും കൂടെ ആഡ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു 26 വയസ്സുള്ള ഒരു പ്രതിഷേധക്കാരൻ ഇർഫാൻ സൊൽത്താനിയെ തന്നെ ആ പ്രതിഷേധങ്ങളുടെ ഇടയ്ക്ക് വെച്ച് അറസ്റ്റ് ചെയ്ത് തനിക്കൊരു ട്രയൽ, അതായത് കോടതിയിൽ തനിക്കൊരു ഹിയറിംഗും ലഭിച്ചില്ല. തന്നെ ജനുവരി 14 എക്സിക്യൂഷൻ ചെയ്യണം എന്നാണ് ഇറാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ട്രംപ് അത് കേട്ടിട്ട് അതിനുള്ളൊരു വാർണിംഗ് കൊടുത്തു, അവരങ്ങനെ ചെയ്താൽ അതിന് വലിയ പ്രത്യാഘാതം ഉണ്ടാവുമെന്ന്. എന്തായാലും ഇപ്പോൾ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു എക്സിക്യൂഷനൊന്നും ഇപ്പോൾ ഇറാൻ ചെയ്യുന്നില്ല. അപ്പോൾ തന്നെ ടെഹ്റാനിൽ നിന്ന് വരുന്ന വീഡിയോ ക്ലിപ്പുകൾ കാണിക്കുന്നത് ഇറാൻ്റെ ഭരണകൂടത്തിലെ ആളുകൾ മരിച്ചതിന് വേണ്ടി നടത്തുന്ന ഫ്യൂണറലുകൾ, എന്നിട്ട് അവിടെയുള്ള ജനം ഷൗട്ട് ചെയ്യുന്നത് ആൻറ്റി അമേരിക്കൻ സ്ലോഗൻസ്, അതായത് അമേരിക്ക ഇല്ലാതാകണം എന്നുള്ള സ്ലോഗനുകളെല്ലാം അവർ ഷൗട്ട് ചെയ്യുക. അത് തന്നെ ഒരു റിമൈൻഡറാണ്, ആ ഭരണകൂടം ഇപ്പോൾ അണ്ടർ പ്രഷറാണ്, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് തകർന്നിട്ടില്ല. ഏതായാലും മണിക്കൂറുകൾ വെച്ചാണ് സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള ആ ഒരു കാര്യം ഇറാനും ഇസ്രയേലും പിന്നെ മിഡിൽ ഈസ്റ്റിനെ തന്നെ അതിൻ്റെ എല്ലാം ഭാവിയെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം, ഇതെങ്ങോട്ടാണ് ലീഡ് ചെയ്യുന്നത്? ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുമ്പോൾ പലരും ആഴമായിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ചോദിക്കുന്നത്, ഇവ എങ്ങനെയാണ് ബൈബിൾ പ്രവചനവുമായിട്ട് ഫിറ്റാകുന്നത്? നമ്മൾ തിരുവെഴുത്തിനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട സാധ്യതകളാണ് ഉള്ളത് ഇനി എന്താണ് നടക്കുവാൻ പോകുന്നതെന്ന്. ഒന്നാമത്തേത്, യെഹെസ്കേൽ 38 ആ അന്ത്യകാല സംഘർഷത്തിന് മുമ്പ് ഇറാനിൽ ഒരു ഭരണമാറ്റം. ഇപ്പോഴത്തെ ഈ ഒരു പ്രതിഷേധങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇറാനിൽ ഒരു ഭരണമാറ്റം വന്നേക്കാം. അങ്ങനെ യെരമ്യാവ് പ്രവാചകന്റെ പുസ്തകം 49-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഏലാമിനെ പറ്റിയുള്ള പ്രവചനം നിവൃത്തിയാക്കപ്പെടാം. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് നിങ്ങൾ കാണുക. അപ്പോൾ അങ്ങനെ മുന്നോട്ട് നീങ്ങി കുറച്ച് കഴിയുമ്പോൾ ഉൽപ്രാവണവും സംഭവിക്കും. എന്നിട്ട് ഇറാൻ വീണ്ടും റാഡിക്കലൈസ്ഡ് ആവും. അതായത് ഇപ്പോൾ എന്താണോ ഇറാനിലെ ഭരണകൂടം വിശ്വസിക്കുന്ന ഐഡിയോളജി, അതിലേക്ക് തന്നെ ഇറാൻ മടങ്ങി വരാം. ഒന്നുകിൽ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ആ ഒരു സ്വാധീനം, അല്ലെങ്കിൽ പുറമേയുള്ള റഷ്യയുടെ ഒരു സ്വാധീനമാകാം. കാരണം റഷ്യയാണല്ലോ ആ ഗോഗ് മാഗോഗ് ശക്തികളെ നയിക്കുന്ന തലവൻ.
അങ്ങനെ ആ യഹസ്കേൽ 38 കാണുന്ന ആ ഗോഗ് മാഗോഗ് അധിനിവേശം ഇസ്രായേലിനെതിരെ കടന്നു വരുന്ന സംഘടിത ശക്തികളിലെ പ്രധാനപ്പെട്ട ഒരു പ്ലെയറായി ഇറാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. വൈദവേ യഹസ്കേൽ 38 ഗോഗ് മാഗോഗ് അധിനിവേശത്തിൻ്റെ ടൈമിംഗ് എപ്പോഴാണെന്നുള്ള സന്ദേശത്തിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ രണ്ടാമത്തെ സാധ്യതയാണ്, ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങൾ വരുവാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ഒരുക്കുക. ഇറാനിലെ ഈ പ്രതിഷേധങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ ഒരു ഭരണമാറ്റം വരണമെന്നില്ല. ആ ഭരണകൂടം എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാം, നിലനിന്നേക്കാം. അതിനുവേണ്ടി അവർ അലയൻസസ്, അതായത് മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെയും കൂട്ടുകെട്ടുകളും ഒക്കെയും കൂടി വല്ല വിധേനയും അവർ സർവൈവ് ചെയ്യാം. എന്നിട്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഉൽപ്രാപണം സംഭവിക്കുകയും സഭ എടുക്കപ്പെടുകയും ചെയ്യും. എന്നിട്ട് ആ 7 വർഷത്തെ മഹോദരവകാലത്തിൻ്റെ ഒന്നാമത്തെ പകുതിയിൽ, അപ്പോഴും ഓർക്കണം, ഇസ്രയേലിനോട് എതിർത്താണ് ഇറാൻ നിൽക്കുന്നത്. അങ്ങനെ ഇറാൻ ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ആ ഗോഗ് മാഗോഗ് അധിനിവേശത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷേ ദൈവം അവിടെ ആ കടന്നു വരുന്ന ശക്തികളെ നശിപ്പിക്കുകയും ഇറാനെ സൈനികപരമായിട്ട് അവിടെ നശിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ യഹസ്കേൽ 38 നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ആ ഭരണകൂടം തകരുകയും, കാരണം ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയാണ്. പക്ഷേ എന്നിട്ട് ഇറാനിലുള്ള സാധാരണക്കാർ സത്യദൈവമാകുന്ന ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിങ്കിലേക്ക് തിരികെയും അങ്ങനെ ഏലാമിനെ പറ്റിയുള്ള പ്രവചനം നിവൃത്തിയാക്കപ്പെടുകയും ചെയ്യും. ഇതിൽ ഏത് രീതിയിൽ നോക്കിയാലും ഇപ്പോഴത്തെ ഈ ഒരു നിമിഷം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം ആ ഭരണകൂടം വീണാൽ അത് മിഡിൽ ഈസ്റ്റിനെ വീണ്ടും റീഷേപ്പ് ചെയ്യും. ഇനിയും ആ ഭരണകൂടം ഇങ്ങനെ തന്നെ നിലനിന്നാൽ അത് ഇത്രയും നാളും അപകടകരമായതിനേക്കാട്ടിലും കൂടുതൽ അപകടകരമായി അത് പുറത്തു വരാം. ബൈബിൾ പ്രവചനം നിവൃത്തിയായി വരുമ്പോൾ ഇപ്രകാരമുള്ള ഈ സംഭവങ്ങളൊന്നും ചുമ്മാതെ സംഭവിക്കുന്നതല്ല. അവയെല്ലാം പ്രിപ്പറേറ്ററി, അതായത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. തിരുവെഴുത്ത് നമുക്ക് എല്ലാ സ്റ്റെപ്പിൻ്റെയും എല്ലാ ഡീറ്റെയിലും വെളിപ്പെടുത്തണമെന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാക്കുന്നത്, പേർഷ്യ, അതായത് പണ്ടത്തെ പേർഷ്യയാണ് ഇന്നത്തെ ഇറാൻ. ഇറാന് അന്ത്യകാലങ്ങളിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സംഭവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് യഹസ്കേൽ 38 ഗോഗ് മാഗോഗ് അധിനിവേശത്തെപ്പറ്റി. ആർക്കും കൃത്യമായിട്ടുള്ള സമയം, അതായത് ഇന്നത് ഈ അടുത്ത സമയം അല്ലെങ്കിൽ അടുത്ത ദിവസം സംഭവിക്കും എന്ന് പറയുവാൻ സാധിക്കില്ല. ആർക്കും അങ്ങനെ ഒരു കൃത്യതയോടുകൂടി പറയുവാൻ സാധിക്കാത്തതിൻ്റെ കാരണം ദൈവം ചില ഡീറ്റെയിൽസിനെ എപ്പോഴും ഒളിപ്പിച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചരിത്രം മുന്നോട്ട് നീങ്ങുന്നു, പ്രവചനം നിവൃത്തിയായും വരുന്നു. ലോകത്തിൻ്റെ കണ്ണുകൾ വീണ്ടും ഇറാൻ്റെ മേലാണിപ്പോൾ സകലരുടെയും നോട്ടം. ഞാനിപ്പോൾ ഓർപ്പിക്കുന്നത്, ഇറാനിയൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് അവിടെയുള്ള ക്രിസ്ത്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ആ ഭരണകൂടം ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അവിടുത്തെ ക്രിസ്ത്യാനികളെയും കൂടെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയൂടെ പ്രാർത്ഥിക്കണം. അവിടെ ആ രാജ്യത്തിൽ സമാധാനം വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അനേകർ യേശുവിനെ അറിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിശ്വാസവും ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും മാത്രം അർപ്പിക്കണം. യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. അതാണ് ഏറ്റവും വലിയ പ്രത്യാശ. ആൻഡ് ബൈ ദ വേ, സ്റ്റേ കണക്റ്റഡ് ത്രൂ ടെലഗ്രാം ഓൾസോ. കാരണം ഇതിനെപ്പറ്റിയുള്ള ഫർദർ ഡെവലപ്മെൻറ്റ്സ് ഞാൻ ടെലഗ്രാമിലായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.